ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇപ്പൊക്കെ ഭയങ്കര ക്രിഞ്ച് ഒക്കെ പറയുമ്പോൾ അങ്ങനെ കുറേ ആയിട്ട് അങ്ങനെ പറയാത്തതുകൊണ്ട് ഒരു 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 ഇത് അങ്ങനെ പറയുമ്പോൾ അപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ കല്യാണവും വീഡിയോ ഒക്കെ ആയിരുന്നു. ഒത്തിരി പേര് ഡെയിലി വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയണമെന്ന് അറിയാം. ഇപ്പോഴും ഇത്രയും നാളും വീഡിയോ ഇടാതെ ഇരുന്നിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് അറിഞ്ഞതിൽ അതിലേറെ സന്തോഷം. പണ്ട് പറഞ്ഞിരുന്ന പോലെ തന്നെ കോങ്കണ്ണല്ല, ഫ്രണ്ട് ക്യാമിൽ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ മുടി വെട്ടിയതിനെ പറ്റിയിട്ടൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ട് കണ്ടു. ഓ തിരിക്കേ അപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇന്ന് കല്യാണം വീഡിയോ ഒന്നുമല്ല, വേറൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നാളെ തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. അമ്പടു എന്താ 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 അമ്പടൂന് പേടിയാ? ഇല്ലേ? സുന്തി അമ്മായി എന്തെടു സുന്തി അമ്മായി എന്തെടുക്കുന്നു? മക്കളും പേരക്കുട്ടികളും മരുമക്കളും എന്താ മരുമക്കളും ഒക്കെ ഇങ്ങനെ സ്നേഹിക്കണ്ടാകുമ്പോ എന്തൊരു സുഖം ഉണ്ടായില്ലേ? അമ്പടു വാവോ കിടക്കുന്ന നേരെ മാമന്റെ അടുത്ത് കിടക്കുന്നു. അല്ല മമ്പടു, മാമൻ ആരാ കാശ് കൊടുക്കുന്ന? ആരാ മാമന് കാശ് കൊടുക്കണത്? ഇന്ന് രാവിലെനോട് പറഞ്ഞേ, അമ്മ ഇന്നും റൂം എടുക്കാല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല. സുജിമാമന്റെ ഒത്തിരി പൈസയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചേ, സുജിമാമൻ ആരാ പൈസ കൊടുക്കണത്? അത് ഞാൻ ചോദിച്ചു, അണക്ക് കൊടുക്കുന്ന പൈസ അത് ഗൾഫിലൊക്കെ ഒച്ചച്ചൻ തരുമല്ലോ. അവന് ഞങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു ഏതോ ഒരു അതാ ഞങ്ങൾക്ക് ആർക്കും അതിമോൻ കൊച്ചച്ചനാണ് അവിടെ ഉള്ളത്. ഞങ്ങൾക്കൊന്നും അറിയാത്തൊരു അതിമോൻ കൊച്ചച്ചൻ അവിടെ ഉണ്ട്. ഗൈസ്, അപ്പോൾ രാവിലത്തെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് രാവിലെ ഞങ്ങൾ ഇന്നലെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് രാവിലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞങ്ങൾ കാര്യം പോവാ. ഗൈസ്, നമ്മുടെ താലിമാല ഇതാണ്. ദിസ് ഇസ് ന്യൂ താലിമാല. താലിമാല ഇട്ടിട്ട് മുട്ട തിന്നാണ്. ഞങ്ങൾ ഡെയിലി ഒരു മുട്ട കഴിക്കാറുണ്ട്. ഞങ്ങൾ ജിമ്മിന് പോകുമ്പോൾ കഴിക്കുന്നല്ലേ എടുത്തുമ്മ? ഞങ്ങൾ ജിമ്മിന് പോകുമ്പോഴാണ് ഗൈസിന്. അപ്പോൾ ഞാനിന്ന് ഒരു മുട്ടയും സ്വല്പം ചോറുമാണ് രാവിലെ എടുക്കുന്നത്. കാര്യം വേറെ ഒന്നും ചെയ്യില്ല. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വഴുതനങ്ങ. നല്ല ടേസ്റ്റ് അല്ലേ? നമ്മൾ കുറച്ച് വഴുതനങ്ങ ഇങ്ങനെ എടുത്ത് ഇല്ല ഇതിങ്ങനെ കൂട്ടി എടുത്ത് തിന്നണം. താട്ടിനെ വെച്ചിട്ടാണ് സോപ്പാ. ഒരു ഉരുളയും കൂടെ ചോറ് തരട്ടെ? എന്താട്ടോ? അപ്പോൾ ഗൈസ്, റൂമിലിങ്ങനെ ഞാനും കിടുമില്ല, ഞാനും സുന്തിയും അമ്പുടും കൂടെ റൂമിലിരുന്ന സമയത്താണ് ഞങ്ങൾ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുന്തി അമ്പുടിനും പിടിച്ചിറങ്ങുന്നത്. എന്നിട്ട് മറ്റേ പാട്ട്, ഏത് പാട്ടായിരുന്നു സുന്തി? അത് ഏത് പാട്ടായിരുന്നു? അയ്യോ നെഞ്ചില ആ പാട്ടല്ലേ? ആ പാട്ടിന് ഡാൻസ് കളിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെ കേട്ടോ. ജയിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ചിരിക്കണം. പക്ഷെ ഞാനില്ലേ നിൽക്ക് ഇടും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ വോയിസ് ആയിട്ട് ഇടണം കരുതിയതായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാ പാട്ടുകളുണ്ട്, ചിലപ്പോൾ കോപ്പറേറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ആ പാട്ടിടാൻ. പക്ഷെ ഭയങ്കര കോമഡി ആയിരുന്നു. ഞങ്ങൾ കുറേ ചിരിച്ചായിരുന്നു ഞങ്ങൾ 3 പേരും കൂടെ ആ സമയത്ത്. എന്തുകൊണ്ടാ അമ്മൂടെ എന്ത് ചെയ്യണേ? ഗൈസ്
എന്ത് എന്തൊക്കെ പറയുന്നത്? ഞാൻ അമ്പുടിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്പുട് നമ്മുടെ ഡാൻസ് ചെയ്താ ആരാ പത്തിക്ക് എന്ത് വേണം എന്ത് വേണം എന്ത് വേണം? മാഗി ഇല്ല, പോക്കോണുണ്ട്. എന്ത് വേണം? കൊണ്ടുപോ. ഞാൻ എന്തെന്റെ ഭർത്താവോ? എന്താ ഇഷു അമ്പുട് നോക്കണ്ട വിളിക്കുന്ന? ഞാനും അമ്പുടും കൂടെ ആണ് എപ്പോഴും. ഞാൻ അമ്പുടോട് ചോദിക്കാം എന്താ ജോമു. എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇടാറുണ്ട് കേട്ടോ ഞാനത്, ജോമു ഐസുവിൻ്റെ സംഭവങ്ങൾ. ഞങ്ങൾ ചുമ്മാ ഞാനും അമ്പുടും കൂടെ ഉള്ളത്. അപ്പോൾ അവർക്ക് വൈകുന്നേരത്ത് ഇന്ത്യയിൽ തിന്നാൻ തരാൻ വേണ്ടി ഭയങ്കര വഴക്ക്. അപ്പോൾ ഞാൻ ഓർത്തുന്ന പോപ്കോൺ ഉണ്ടാക്കാമെന്ന്, വീഴരുത്, പോപ്കോൺ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ അതിന് ആ പോപ്കോൺ റെഡിയാക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ പൊട്ടിത്തെറിച്ച് വീട് എന്താ അത് പൊട്ടണ കാണാൻ വേണ്ടി കയറുന്നുണ്ടോ? കൊള്ളാം, ദേ കയറി നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് ഒരാൾ. ഓ അപ്പൊ നമുക്കിന്ന് പോപ്കോൺ. അപ്പൊ ഗൈസ് നമ്മുടെ പോപ്കോൺ ഇതാ പൊട്ടി തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ, അമ്പുടു, സുന്ദി, കിടു, എടുത്തിമ്മ, അമ്മ, മൊത്തം എല്ലാവർക്കും കൂടെ 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 3 പാക്കറ്റോട് തികയോ തരത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ മാറ്റി വെച്ചു. പിന്നെ അമ്മയും പെണ്ണൊക്കെ അത്രയൊന്നും ചെയ്തില്ല. ഞാൻ നിങ്ങൾ 4 പേരാണ് തോന്നത്തില്ല. പൊട്ടിത്തെറിക്കണ്ടത്. നല്ല മണമുണ്ടോ? കൊതി വരുന്നല്ലേ? പോപ്കോൺ റെഡിയാക്കി. നമുക്ക് ആദ്യം ഗണപതിക്ക് കൊടുക്കാം. നോക്കട്ടെ ഗണപതി എന്താ പറയുക. അമ്മി ഗണപതി എന്താണ്? ആ മറ്റേത് മറ്റേ ബെഡ്ഷീറ്റ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കത് കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അല്ലേ? 70 ആണോ? ഓക്കെ. 70 പോലുള്ള ബെഡ്ഷീറ്റ്. ഞാനതിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിരുന്നേ, പക്ഷെ മേടിച്ചിട്ടുണ്ടായില്ല. ഇന്നത് കണ്ടിട്ട് വേണം എനിക്കതൊന്ന് മേടിക്കാം. എത്ര മേടിച്ച് ചെയ്ത്? 2 ഏതൊക്കെ? അതല്ല, ഏതൊക്കെ? ഇത് ഫ്ലവറും പിന്നെ ഓക്കെ നമുക്ക് കാണാം. എനിക്കും വേണം കേട്ടോ. ഓക്കെ. ആ അമ്മമ്മ എന്തിയേ? അച്ഛമ്മ എന്തിയേ? അമ്മ ഉപ്പ് കൂടുതൽ. പോപ്കോൺ ഉപ്പ് കൂടുതലില്ലേ? അപ്പോൾ അതാ ബെഡ്ഷീറ്റ് വിരിച്ചു. ഇത് ഇങ്ങനെയാണ് ബെഡ്ഷീറ്റ് ഇരിക്കുന്നത്. ഇങ്ങനെ നോക്കാം. ശരി, ഫോണിൽ കൂടെ നോക്കുമ്പോൾ ശരിക്കും അറിയണ്ടില്ലേ? പക്ഷെ നേരിട്ടിട്ട് നോക്കുമ്പോൾ അത്ര വലിയ ഫീലില്ല. പക്ഷെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, ഒരു കോർണറിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലേ, ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെയും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ, പക്ഷെ എടുത്തുമ്പോൾ ഇവിടെ വന്ന് നോക്കി നോക്ക്. ഇവിടെ പോയോ? നമ്മൾ കാണുമ്പോൾ ഒന്നും തോന്നില്ല എന്ന് പറഞ്ഞ സൈഡിൽ നിന്നാണ് ഫോൺ എടുക്കും പറയണത്. കണ്ടോ കണ്ടോ? ഇവിടെ നോക്ക്, ഇവിടെ നോക്കണ്ടോ? ഇത് നല്ലതായിട്ട് അറിയണ്ടല്ലേ? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഫോണില്ലാണ്ട് ഈ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്കൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞതായിരുന്നേ. പക്ഷെ ഫോണുമായിട്ട് ആ സൈഡിൽ നിന്നപ്പോൾ തന്നെ ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാല്ലേ? നിങ്ങൾ കാണണമെങ്കിൽ എപ്പോഴും ഫോണിൽ കൂടെ ഇങ്ങനെ കണ്ടാൽ മതി. എന്നാ സുന്ദീനെ വിളിച്ച് കാണിക്കട്ടെ. സുന്ദി സൂത്രണ്ട് റൂമിലോടി വാ. അതെന്താ ബമ്പൻ സർപ്രൈസ്. പിന്നെ എന്തിനാ വിളിച്ചു വരുത്തി അപമാനിക്കുന്നു? അതേ പോന്ന് അമ്പുട് കീട് പോയി. സുന്ദി അപമാനം സഹിക്കായി അതെല്ലാരും ഓടി. ആയി ഞങ്ങൾക്കും 5 ഉണ്ടായിരുന്നില്ലേ? ഞാൻ എന്നിട്ട് 4 വിളിക്കാനോ ഞാൻ എടുത്തില്ല. 5 ഉണ്ടായിരുന്നില്ലേ? ഏട്ടാ നിക്കും ഉണക്ക് വേണ്ടേ? എനിക്ക് ഡയറി മിൽക്ക് മതി. അതൊന്നും എനിക്ക് കിണ്ടർ ചെയ്താ. അതിന് ലഡു ആണെന്ന് തോന്നണല്ലോ. മുത്തിന് കിട്ടി സർപ്രൈസ്. ലഡു
എടാ എനിക്കേട്ടാ 3 ഉള്ളു. ആ നമ്മുടെ ഫ്രൂട്ട്സാണിത്. ഓക്കെ ഓക്കെ. കിൻഡർ ജോയ് ഇല്ല. ഒക്കെ അമ്മാനെ കൊടുത്ത അമ്മ പൊട്ടിക്കല്ലേ. എല്ലാം എനിക്കിതാ. എല്ലാരും എനിക്കിതാ. ഇവിടെ വെക്ക്, എല്ലാവർക്കും പൊട്ടിച്ചേരാം. ഇവരില്ലേ കൊറേ നേരമായിട്ട് ഇങ്ങനെ കളിക്കാറ് രണ്ടുപേരും കൂടി. അപ്പൊ അമ്പട് വന്ന് വാതിലടക്കി ഇവിടെ കീടോട് തെള്ളുമ്പോ അമ്പടൊന്നും ശക്തിയില്ല. ഇവിടെ നിന്ന് കറുത്ത് അടച്ചു നിൽക്കാം. അയ്യ ഓടി വരട്ടു. അമ്പടിപ്പം ഇങ്ങോട്ട് തിരിച്ചോടി വരട്ടു. ഒരു വാലടക്കാൻ വേണ്ടി കേടും. അയ്യോ അമ്പട് പാവാടട്ടിട്ട് നിങ്ങണൊക്കെ. അമ്പട് ചന്തി വെച്ച് തള്ളടാ. അമ്പട് ചന്തി വെച്ച് അയ്യോ ചന്തി വെച്ച് തള്ളടാ അമ്പടു. അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അല്ലേ കിടു. ഹാപ്പി ഓണം. അപ്പൊ ഗൈസ് നമ്മുടെ കിടു പറഞ്ഞ ഹാപ്പി ഓണം. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നാളെ വേറെ വീഡിയോ ഇട്ട് വരാം. ബൈ. ബോംബോ ബൈ പറ.